നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ആഗസ്റ്റ് മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം അഷ്ടമത്തിലേക്ക് പോയി നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്താണ്. എങ്കിലും ഗുരു ശുക്ര യോഗം വന്നത് കാരണം കൊണ്ട് തന്നെ ധനാഭിവൃദ്ധി ഉണ്ടാകാനുള്ളൊരു യോഗമുണ്ട്. 4ാം ഭാവാധിപതി അതിൻ്റെ 5ാം ഭാവത്തിലാണ്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ആ ഭാവാധിപതി അതിൻ്റെ 2ാം രക്ഷാസ്ഥാനത്തേക്ക് മാറിയെന്ന് പറയുന്ന ഒരവസ്ഥയുള്ള കാരണം തറവാട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമാണുള്ളത്. പക്ഷേ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ ഉണ്ടാകാൻ ഘടകാരകനായിരിക്കുന്ന കേതു കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ട് കൈകൾക്ക് വേദന, ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. അതായത് കാൽ മുട്ടിന് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ലഗ്നാധിപതി നിൽക്കുന്നത് കന്നി രാശിയിലായത് കാരണം കന്യായാം പരദേശക എന്ന് പറയുന്നൊരു യോഗമുണ്ട്. അപ്പോൾ പോലീസ്, പട്ടാളം മുതലായിട്ടുള്ള മേഖലകൾ തൊഴിലിന് അന്വേഷിക്കുന്നവർക്കൊക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. എന്നാൽ ഈ ജോലിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ അന്വേഷിക്കുന്നവർക്കല്ലാതെ മറ്റുള്ളവരെ സംബന്ധിച്ച് നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനും അതുകൊണ്ട് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതായത് പേപ്പർ വർക്ക് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ എന്തെങ്കിലും ചെറിയ കേസ് പോലെയുള്ള വിഷയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഖാന്തരമൊക്കെ ടെൻഷൻ അടിക്കാൻ യോഗമുള്ളത് കാരണം ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ചും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് അഷ്ടമാധിപതിയാണ്. അതുകൊണ്ട് തന്നെ കിട്ടേണ്ട ലാഭം ഭാഗ്യക്കുറവ് കാരണം കൊണ്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അഷ്ടമ വ്യാഴാണ്. അഷ്ടമേ ഹരതോ ബാലി എന്ന് പറയുന്ന യോഗമാണ്. അപ്പോൾ ബാലിക്ക് ഒളിയാൻ പറ്റ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് യോഗമാണ്. 7ാം ഭാവാധിപതിയും കൂടി അഷ്ടമത്തിലാണ്. അപ്പം നമ്മളിലേക്ക് വരേണ്ട ഗുണങ്ങൾ ചില സമയത്ത് നഷ്ടപ്പെട്ടു പോവുക, മനസ്സറിയാത്ത കാര്യങ്ങൾ, തടസ്സങ്ങൾ നേരിടുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി യോഗമുള്ള ഒരു മാസമായതുകൊണ്ട് നല്ല പ്രാർത്ഥന വേണ്ട ഒരു മാസമാണ്. നല്ല പ്രാർത്ഥന വേണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന, അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് കഴിപ്പിക്കുക, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, ശിവ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ നല്ല പ്രാർത്ഥനയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കുടുംബ സംബന്ധമായിട്ട് തറവാട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. വീട് വിട്ട് അന്യദേശത്ത് പോകാനായിട്ട് യോഗമുണ്ട്. എന്നാൽ പോലും ഇതുപോലെയുള്ള കുറച്ച് പ്രതിസന്ധികളുള്ളത് കാരണം കൊണ്ട് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.